സജി കെ ജയരാമൻ അഡ്വക്കേറ്റ്, അജീബ് ചാലക്കേരി, മറ്റു പ്രിയപ്പെട്ട സംഘഗ്രാമം ട്രസ്റ്റിന്റെ പ്രിയപ്പെട്ട കൃഷ്ണൻകുട്ടി സാർ, ഗോപി സാർ തുടങ്ങിയ സംഘഗ്രാമത്തിന്റെ എല്ലാ ഭാരവാഹികളും, ഭീം മിഷന്റെ ദൗത്യവാഹകർ, പ്രിയപ്പെട്ടവർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സുഹൃത്തുക്കളെ, ആദ്യമായി ഇങ്ങനെ ഒരു അവസരം നൽകിയതിൽ സംഘഗ്രാമത്തിനോടും ഭീം മിഷനോടും എന്റെ കൃതജ്ഞത അറിയിക്കട്ടെ. തിരിച്ചു സമൂഹത്തിന് നൽകുക എന്നുള്ള ആ ഒരു കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി എന്റെ സമയവും നമ്മുടെ വരുമാനത്തിന്റെ അല്പവിഹിതവും ഒക്കെ നൽകുന്നതിനുള്ള ഒരു പരിശ്രമമാണ് ജീവിതത്തിൽ ഉടനീളം നൽകിക്കൊണ്ടിരിക്കുന്നത്. ബാബാ സാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ, മഹാത്മാ അയ്യങ്കാളി, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പയ്യയിൽ അപ്പച്ചൻ, പാമ്പാടി ജോസഫ് ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ, നമ്മളെ വിട്ടുപറഞ്ഞ എല്ലാ മഹാരഥന്മാരെയും സ്മരിച്ചുകൊണ്ട് അവർ നമ്മൾക്ക് കാട്ടിത്തന്ന വഴി പിന്തുടർന്നുകൊണ്ട് സമൂഹത്തിന് തിരിച്ചു കൊടുക്കാനുള്ള ആ ദൗത്യം വളരെ മഹനീയമായ ഒരു സംക്രമമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. സംഘഗ്രാമത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ വിജയം ആശംസിക്കുന്നു. ഭീം മിഷൻ ഏറ്റെടുത്തിട്ടുള്ള ആ ദൗത്യം വിജയിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ആ ദൗത്യവാഹകരായി മാറാം, നമ്മുടെ കടം നിർവഹിക്കാം. മഹാത്മാ അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘം ഉൾപ്പെടെയുള്ള കേരള ദളിത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഞാൻ ഓർക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സ്വന്തമായിട്ടൊരു കോളേജ് വേണം. നേരത്തെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറയുകയുണ്ടായി. പൊയ്യലപ്പച്ചൻ ആരംഭിച്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതേപോലെ സമകാലീന കേരളത്തിൽ നമ്മുടെ ആളുകൾക്ക് സ്വന്തമായി കോളേജ് വേണമെന്നുള്ള ആ ഒരു ആശയും അഭിലാഷവും നെഞ്ചേറ്റിയ ഒരുപിടി മഹത് വ്യക്തികൾ ചേർന്ന് കാസർഗോഡ് മുള്ളേരിയിൽ അംബേദ്കർ മെമ്മോറിയൽ ട്രസ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ, അതിന്റെ ആഭിമുഖ്യത്തിൽ ഒരു കോളേജ് ആരംഭിച്ചു. അതിലൊരു ഫൗണ്ടർ ട്രസ്റ്റിയായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം കേന്ദ്രമാക്കി ഡോക്ടർ അംബേദ്കർ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി, അങ്ങനെ വിവിധ സംഘടനകളിലൂടെ അല്പം നേരം പ്രവർത്തിക്കുവാനൊക്കെ ഉള്ള അവസരം ലഭിച്ചു. ഇപ്പോൾ ഇവിടെ വരാനുള്ള ഒരവസരം പ്രിയപ്പെട്ട എന്റെ സഹോദരൻ സൈസാർ ഒരുക്കി തന്നു, സഹോദരൻ അജയ് ഒരുക്കി തന്നു. എല്ലാവർക്കും ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാതൃകയാക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ കുറിച്ച് ഇവിടെ പരാമർശിക്കുണ്ടായി. എന്റെ റോൾ മോഡൽ ആരെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മഹാനാ ഡോക്ടർ ബി.ആർ. അംബേദ്കർ. പഠിച്ചാലും 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 മതി വരാത്ത അത്ര ദാഹത്തോടെ, അത്ര ആവേശത്തോടെ ബാബാ സാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പഠിച്ചു. അത്രത്തോളം പഠിച്ച ആരും ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ ഇല്ല, ഇനി ഒരാൾ ഉണ്ടാവാനും പോകുന്നില്ല എന്നാണ് എന്റെ ഒരു ചിന്ത. അത്രമാത്രം പഠിച്ച വ്യക്തിയാണ് ബാബാ സാഹേബ്. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള പ്രചോദനമാണ് ബാബാ സാഹേബ് നൽകുന്നത്. മഹാത്മാ അയ്യങ്കാളി നൽകുന്ന വലിയ സന്ദേശം എന്ന് പറയുന്നത് സമകാലീന ലോകത്ത് അനീതികളോടും അതുപോലെ അങ്ങനെയുള്ള യുദ്ധങ്ങളോടും അവഗണനയോടൊക്കെ സമരസപ്പെടാതെ അതിനെയൊക്കെ ചോദ്യം ചെയ്യുവാൻ, നേടാനൊക്കെ ഉള്ള ആ ധൈര്യം കരസ്ഥമാക്കാനുള്ള വലിയ മാതൃകയാണ് മഹാത്മാ അയ്യങ്കാളി. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാം. അതിനുള്ള ചിന്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവട്ടെ. നിങ്ങൾ ആരേക്കാൾ താഴ്ന്നവരല്ല. ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മളാരും ആരേക്കാൾ താഴ്ന്നവരല്ല. ഒരുപാട് കഴിവുകളുള്ളവരാണ് നമ്മളെല്ലാവരും. പല കാരണങ്ങളാൽ, പല സാഹചര്യങ്ങളും നമ്മുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്ന നമ്മുടെ വേദികൾ കിട്ടുന്നില്ല മാത്രമേ ഉള്ളൂ. എല്ലാ കുഞ്ഞുങ്ങളെയും, ഇവിടെ നിന്ന് അവാർഡ് ലഭിച്ചിട്ടുള്ള വാങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു, അഭിനന്ദനം നേരുന്നു. ജീവിതത്തിൽ വളരാനും ഉയരാനും ഉള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാബാ സാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ഒക്കെ നാമത്തിലുള്ള ജയ് ഭീം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർമ്മിക്കുന്നു. നന്ദി. ഭീം മിഷന്റെയും സംഘാടകരെ, വേദിയിലിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ, സംഘാടകരും എനിക്ക് മുമ്പ് പറഞ്ഞ മറ്റു പ്രഗത്ഭരായ വ്യക്തികളും പറഞ്ഞതിനപ്പുറമൊന്നും എനിക്കും പറയാനില്ല. എങ്കിലും നമ്മളുടെ എല്ലാം തന്നെ രണ്ട് റോൾ മോഡലുകളാണ് ഡോക്ടർ അംബേദ്കറും മഹാനായ അയ്യങ്കാളി. പക്ഷെ ഇവർക്ക് തമ്മിൽ അജഗജാന്തരമുള്ള ഒരു വ്യത്യസ്തതയുണ്ട്.
മഹാനായ അംബേദ്കർ നമ്മുടെയെല്ലാം റോൾ മോഡലിനുപരി നമ്മളുടെ ജീവനും അല്ലെങ്കിൽ ഭക്ഷണത്തിനും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ടൗൺ ഹാളിൽ എത്തിച്ചേരാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി തന്ന അദ്ദേഹം വിദ്യാഭ്യാസം കൊണ്ടാണ് ഇത്രയും നേട്ടങ്ങൾ ഉണ്ടായത്. ഇന്ത്യൻ ഭരണഘടന തന്നെ എഴുതി ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഭരണഘടന ഉണ്ടാക്കി തീർക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പഠനം കൊണ്ടാണ്. എന്നാൽ മഹാനായ അയ്യങ്കാളിയോ എങ്ങനെയാണ് അദ്ദേഹം അയ്യങ്കാളിയായത് അല്ലെങ്കിൽ മഹാനായത്? ഇവിടത്തെ അന്നത്തെ പ്രഭുക്കന്മാരോടും തമ്പുരാക്കന്മാരോടും പടവെട്ടിക്കൊണ്ടാണ്. ഈ പടവെട്ട് എങ്ങനെയായിരുന്നു? യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാതെ എഴുതാനും വായിക്കാനും അറിയാത്ത അദ്ദേഹം ആദ്യമായി പറഞ്ഞത് എന്റെ സമൂഹത്തിലെ 10 BA ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വൻ വിപ്ലവം സൃഷ്ടിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ മക്കളെ വിദ്യാലയങ്ങളിൽ നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു പുൽക്കൊടി പോലും മുളയ്ക്കില്ല എന്ന് സധൈര്യം പറയാൻ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ വിപ്ലവ വീര്യം നമുക്ക് രോമാഞ്ചം അഴിയുകയാണ്. ഒരു കാര്യം പറയുകയാണെങ്കിൽ മഹാനായ അയ്യങ്കാളിയാണ് യഥാർത്ഥ വിപ്ലവകാരി. ഈ രാജ്യത്ത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ എല്ലാം ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് ഒരു മഹത്തായ വിപ്ലവം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നടു റോഡിൽ കൂടി രാജാക്കന്മാർക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന രാജ്യവീഥികളിൽ കൂടി കാളവണ്ടി വില്ലുവണ്ടി വെച്ചുകൊണ്ട് ഓടിച്ച അദ്ദേഹത്തെ നമ്മൾ എങ്ങനെയാണ് ആശ്ലേഷിക്കേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങളും തമ്മിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ അജഗജാന്തരമുള്ള നിൻ അന്തരംഗം. അയ്യൻകാളി എന്ന് കേട്ടാലോ തിളയ്ക്കണം നിൻ ചോര നിനക്ക് ഞരമ്പുകളിൽ. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം നമുക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെയുള്ള ബോധം നമുക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ